ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നോയമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 28 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഞാൻ കാണുന്നത്. ലാസറിന്റെ മരണവും യേശു കരയുന്നതും ആണ്. ബഥാനിയ എന്ന ഭവനത്തിലെ 3 പേരെ ഇവിടെ എടുത്തു പറയുന്നു: മാർത്ത, മറിയം, ലാസർ. ഇവരോടുള്ള യേശുവിന്റെ വാത്സല്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവർ യേശുവിന്റെ സുഹൃത്തുക്കൾ ആയിരുന്നു. യേശു അവരുടെ സ്നേഹിതനും യേശുവിനെ കാത്തിരുന്ന ഭവനവും ആളുകളുമാണ് ഇവിടെ നാം കാണുന്നത്. യേശുവിനോട് അവർ പറയുന്നു, യേശു ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന്. വിശ്വാസത്തിൽ ഉറപ്പാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മാർത്തയും മറിയവും യേശുവിനെ കാണുമ്പോൾ വിതുമ്പുന്നു. യേശു കല്ലറയ്ക്കരികിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് ആജ്ഞാപിക്കുന്നു. ഇതിലൂടെ നാം കാണുന്നത് യേശുവിന്റെ ദൈവികതയും പുനരുദ്ധാനവും നിത്യജീവനും വെളിപ്പെടുത്തലും ആണ്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ യേശുവിനെ സ്നേഹിക്കാനായിട്ട് ക്രിസ്ത്യാനികളായി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹം നാം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ നാം എത്രമാത്രം സ്നേഹം നൽകുന്നുണ്ടെന്ന് ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം. യേശുവിന് കൊടുക്കുന്ന സ്നേഹം അതിർവരമ്പുകൾ ആയിട്ടല്ലേ നമ്മൾ കാണുന്നത്. കാര്യം സാധിച്ച് തന്നാൽ മാത്രമേ യേശുവിനെ നമ്മൾ സ്നേഹിക്കുകയുള്ളൂ. കാര്യം സാധിക്കുന്ന സ്നേഹത്തിന്റെ കണ്ണിയായി യേശുവിനെ നാം കാണരുത്. ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി ഓരോ ക്രിസ്ത്യാനിയും യേശുവിനെ കാണണം. യേശുവിന്റെ സ്നേഹം മനുഷ്യ ജീവിതത്തിന്റെ ഒരു പൊതുവായ ആവശ്യങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നില്ല. ദൈവത്തിന്റെ മനുഷ്യർ എപ്പോഴും മനുഷ്യർ തന്നെയാണ്. ഈ ദൈവത്തിന്റെ മനുഷ്യരെ ദൈവം വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്നുണ്ട്. ഈ വാത്സല്യവും കരുതലും തിരിച്ചു കൊടുക്കാനും സൃഷ്ടികളായ നമുക്ക് കടമയുണ്ട്. നോയമ്പിന്റെ വലിയ ദിനങ്ങളിലേക്ക് കടന്നു പോകുന്ന നമുക്ക് യേശുവിനോടുള്ള എൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ട്? പരിമിതികൾ വെച്ചാണോ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്? യേശു സ്നേഹിക്കുന്ന ഓരോ കുടുംബത്തിലെ അംഗമാണോ ഞാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വലിയ ദിനങ്ങളിൽ യേശുവിന്റെ സ്നേഹിതരായി നമുക്ക് മാറാം. ദൈവം സഹായിക്കട്ടെ.